സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണുന്നത് 3 പേരെയാണ്. അതിൽ ഈ സ്വിമ്മിംഗ് പൂളിലിരിക്കുന്ന ഇവളുടെ പേരാണ് നതാഷ. ഈ വെള്ള ബനിയനിട്ട ആളാണ് നതാഷയുടെ ഹസ്ബൻഡ്. പിന്നെ ഈ യെല്ലോ ടീഷർട്ട് ഇട്ടവൻ്റെ പേരാണ് മിക്ക്. മിക്കും നതാഷയുടെ ഹസ്ബൻഡും കൂടി ഒരു പിക്നിക്ക് പോകാൻ പ്ലാൻ ഇടുകയാണ്. മിക്ക് പറയുകയാണ് നമുക്ക് ഒരു ചാർലീസ് ഫാം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് പോകാമെന്ന്. അപ്പോൾ നതാഷയുടെ ഹസ്ബൻഡ് പറയുകയാണ്, എനിക്കറിയാം, ഞാൻ ആ സ്ഥലത്തെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല, നമുക്കെന്നാ അവിടുത്തെ സംഭവം എന്നൊക്കെ നമുക്ക് അറിയാമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ഈ കാര്യം നതാഷ അറിയണ്ട എന്ന്. എന്നിട്ട് അവർ നതാഷയോട് ട്രിപ്പ് പോകുന്ന കാര്യം പറയുകയാണ്. എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ ഫാമിലാണെന്ന് പറയുകയാണ്. അവിടെ ഹോഴ്സ് റൈഡിങ്ങും ഫിഷിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ട്രിപ്പ് പോകാൻ നതാഷയുടെ ഒരു ഫ്രണ്ടും കൂടി വരുവാണ്. ഇവർ 4 പേരും കൂടിയാണ് ട്രിപ്പ് പോകുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ റെസ്റ്റ് എടുക്കാൻ ഒരു പബ്ബ് പോയപ്പോൾ അവിടെയുള്ള എല്ലാവരോടും മിക്ക് വഴി ചോദിക്കുവാണ് ഈ സ്ഥലത്തേക്ക് പോകണ്ടേ. അങ്ങനെ അവിടെയുള്ള ആരും മിക്കിന് ഒരു ഉത്തരവ് കൊടുക്കുന്നില്ലായിരുന്നു. മിക്കൊരു വയസ്സായവരെ കണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവിടെയുള്ളവരൊക്കെ മിക്കിനെ നോക്കുവാണ്. അവർ പറയുകയാണ് മിക്കിൻ്റോടി, അത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ്, നിങ്ങൾക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന്. പിന്നെ കാണുന്നത് നതാഷയുടെ ഹസ്ബൻഡ് അവരെ 2 പേരെയും കൂട്ടി പുറത്തു പോകുന്നതാണ്. അപ്പോൾ മിക്ക് അവരോട് നിർബന്ധിച്ച് അഡ്രസ്സ് ചോദിച്ചപ്പോൾ അവരുടെ മനസ്സുമാറി അഡ്രസ്സ് കൊടുക്കുവാണ്. അങ്ങനെ അവർ 4 പേരും കൂടി യാത്ര തുടരുകയാണ്. അപ്പോൾ രാത്രിയായപ്പോൾ അവരൊരു സ്ഥലത്ത് ക്യാമ്പ് അടിച്ചിട്ട് അപ്പോൾ മിക്ക് നതാഷയോടും അവളുടെ ഫ്രണ്ടിനോടും കാര്യം പറയാമെന്ന് വിചാരിച്ച് ആ ചാർലീസ് ഫാമിനെ കുറിച്ച് പറയുകയാണ്. ആ ഫാം ഹൗസിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹസ്ബൻഡും വൈഫും താമസിച്ചിരുന്നു. അവർക്കൊരു മകനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ചാർലി. എന്നാൽ ചാർലിയുടെ രൂപം കണ്ടാൽ എല്ലാവരും പേടിക്കുമായിരുന്നു. അത് വളരെ ഭീകരമായൊരു മുഖമായിരുന്നു. ചാർലിയുടെ അച്ഛനും അമ്മയും ഫാർമേഴ്സാണ്. അതുകൊണ്ട് അവർക്ക് വലിയൊരു ഫാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ അവിടെയുള്ള എല്ലാ വർക്കേഴ്സിനെയും അവർ കൊല്ലുകയാണ്. കാരണം അവർ നരഭോജികളാണ്. ചാർലിയുടെ അച്ഛൻ ആ വർക്കേഴ്സിൻ്റെയോടൊക്കെ ക്രൂരമായാണ് പെരുമാറുക. ചാർലിയുടെ അമ്മയാണ് മനുഷ്യമാംസം തയ്യാറാക്കുന്നത്, എന്നിട്ട് അത് ആസ്വദിച്ച് കഴിക്കുന്നു. അങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം അവരുടെ വീട്ടിൽ ഡിറ്റക്റ്റീവ് വരികയാണ്. എന്നിട്ട് ചാർലിയുടെ അച്ഛനോട് ചോദിക്കുവാണ്, ഇവിടെയുള്ള വർക്കേഴ്സൊക്കെ എവിടെയെന്ന്. അപ്പോൾ ചാർലിയുടെ അച്ഛൻ പറയുകയാണ്, അവരെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അവരിവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇത് കേട്ടതും ഡിറ്റക്റ്റീവിന് മനസ്സിലാക്കുവാണ് ഇത് കള്ളമാണെന്ന്, കൂടാതെ അവർ നരഭോജികളാണെന്നും. എന്നിട്ട് ഡിറ്റക്റ്റീവ് ഗണ്ണെടുത്തിട്ട് ചാർലിയുടെ അച്ഛനെ ഷൂട്ട് ചെയ്യുകയാണ്. അത് കണ്ടതും ചാർലിയുടെ അമ്മ ഷോക്കാവുകയാണ്. എന്നിട്ട് ചാർലിയുടെ അമ്മയുടെ നേരെ തോക്ക് ചൂണ്ടിയതും അങ്ങനെ അവർ ഓടി വീട്ടിൽ പോയി ചാർലിയും കൂട്ടി എവിടേക്കോ രക്ഷപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ അതിനുശേഷം ഡിറ്റക്റ്റീവ് അവരുടെ വീട്ടിൽ കയറി എല്ലാ സ്ഥലങ്ങളും ചെക്ക് ചെയ്തപ്പോൾ കുറേ ബോഡികളാണ് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ ആ ഡിറ്റക്റ്റീവും ഗ്രൂപ്പും അവിടുന്ന് പോവുകയാണ്. അതോടുകൂടി ചാർലി മരിച്ചെന്നാണ് അവൻ അറിഞ്ഞത് എന്നൊക്കെ ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, ഇപ്പോൾ അത് ഭയാനകമായൊരു സ്ഥലമാണ്, അവിടേക്ക് പോയ ആരും ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അത് പറഞ്ഞതും നതാഷയ്ക്ക് ചെറിയൊരു ഭയം തോന്നി തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അവളുടെ ഫ്രണ്ടിന് അവിടേക്ക് പോകാൻ ഒരു ഭയവുമില്ല. അവൾ അവിടെ ആ കഥകളൊക്കെ കേട്ടപ്പോൾ എക്സൈറ്റഡ് ആയിരിക്കുവാണ് അവിടേക്ക് പോകാൻ. അങ്ങനെ ഒരു രാത്രി അവരവിടെ കഴിയുകയാണ്. പിറ്റേ ദിവസമായപ്പോൾ അവർ 4 പേരും കൂടി യാത്ര ചെയ്യുകയാണ്. അങ്ങനെ വഴിയിലെത്തി നമ്മുടെ നതാഷയുടെ ഹസ്ബൻഡ് അവൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ആ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് ചോദിക്കുവാണ്. അത് കേട്ടതും അവൻ അവരെ ആദ്യം തടയുകയാണ്. അവരവിടെ പോകുന്നതിന് അവന് ഒരു പേടിയുണ്ടായിരുന്നു. അതൊന്നും നതാഷയുടെ ഹസ്ബൻഡ് അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവൻ അഡ്രസ്സ് കൊടുക്കുകയാണ്. അതനുസരിച്ച് അവർ പോയി കുറേ യാത്ര ചെയ്തപ്പോൾ ആ ചാർലീസ് ഫാം കാണുകയാണ്. നോക്കുമ്പോൾ അതിൻ്റെ ഗേറ്റ് ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പോൾ അവർ ആ ഗേറ്റും ചാടിക്കടന്നാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അവരുടെ ജീപ്പ് പുറത്താണ് നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ അവർ കുറേ ദൂരം നടന്നു പോയപ്പോൾ ഒരു ക്യാബിൻ കാണുവാണ്. അത് വളരെ പഴക്കമേറിയ ഒരു ക്യാബിനായിരുന്നു. അവിടെയുള്ള സാധനങ്ങളൊക്കെ അതുകൊണ്ട് പൊട്ടി നശിച്ചിരിക്കുന്നു. അങ്ങനെ നതാഷയുടെ ഫ്രണ്ട് ഒരു ടെഡി ചവിട്ടുകയാണ്. എന്നിട്ട് അതെടുത്തിട്ട് അവൾ പറയുകയാണ്, ഈ ടെഡി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇത് ചാർലിയുടെ ടെഡി ആയിരിക്കുമെന്ന് അവൾ മിക്കിൻ്റോട് പറയുകയാണ്. അങ്ങനെ രാത്രിയായപ്പോൾ അവർ ഡിന്നർ തയ്യാറാക്കുന്നതിനിടയിൽ മിക്ക് അവരോടൊരു സ്റ്റോറി പറയുകയാണ്. അതായത് ചാർലിയുടെ അച്ഛൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ അമ്മേനെയും അന്വേഷിച്ച് ആ ഡിറ്റക്റ്റീവും ടീമും അവരുടെ സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് അവർ ചാർലിയുടെ അമ്മയെ കണ്ടുപിടിക്കുവാണ്.
അപ്പോൾ ഡിറ്റക്റ്റീവും ടീമും ചാർലിയെ പറ്റി ചോദിക്കുമ്പോൾ അവരുടെ അമ്മ അവരെക്കുറിച്ച് കള്ളം പറയുകയാണ്. അവൻ മരിച്ചിട്ട് കുറേ മാസങ്ങളായെന്നൊക്കെ. എന്നിട്ട് അവരെ കൊല്ലുകയാണ്. അവരെ കൊല്ലുന്നത് ചാർലി ഒരു സ്ഥലത്തു നിന്നും ഒളിച്ചു കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവരോടുള്ള പക കൂടി വരികയാണ് ചാർലിക്ക്. തൻ്റെ പേരൻസിനെ കൊന്ന ഡിറ്റക്റ്റീവിനെയും ടീമിനെയും അവൻ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നാണ് അവൻ്റെ ചിന്ത. അങ്ങനെ ആ സീൻ അവിടെ കട്ടായിട്ട് ആ 4 പേരെയാണ് കാണിക്കുന്നത്. അവർ ഡിന്നറും കഴിച്ച് നേരെ ഉറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ സമയം കുറേ വൈകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടാഷയുടെ ഫ്രണ്ട് ചാർലിയുടെ ഒരു രൂപം പോലെ കാണുകയാണ്. ചാർലി ഇപ്പോൾ വലിയൊരു രൂപത്തിലാണുള്ളതെന്ന്. അവൾ അതൊന്നും മൈൻഡാക്കിയില്ല. കാരണം അവൾ സ്വപ്നമാണെന്ന് വിചാരിച്ചാണ് അവൾ വീണ്ടും കിടന്നുറങ്ങുന്നത്. അടുത്ത ദിവസം അവിടേക്ക് 2 പേരും കൂടി വരികയാണ്. പിന്നെ കാണിക്കുന്നത് നടാഷയുടെ ഫ്രണ്ട് ആ ടെഡി അന്വേഷിക്കുന്നതാണ്. അവൾ അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും ആ ടെഡി കാണുന്നില്ല. അപ്പോൾ അവൾ കരുതുകയാണ് മറ്റുള്ളവർ അവളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന്. എന്നിട്ട് അവൾ അവിടെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും അന്വേഷിക്കുകയാണ്. അപ്പോൾ അവരോട് അവൾ പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി ചാർലിയെ കണ്ടെന്ന്. അപ്പോൾ അവർ അവളെ കളിയാക്കി പറയുകയാണ്, നിനക്ക് ടെഡി കിട്ടാത്തതിൻ്റെ പേരിലല്ലേ നീ ഇതൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് അവളെ അവഗണിക്കുകയാണ്. അങ്ങനെ അവർ പുറത്ത് കറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അതിനാൽ എല്ലാവരും ഓരോരോ ടീമായി സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. മിക്കും അതുപോലെ തന്നെ നടാഷയുടെ ഫ്രണ്ടുമാണ് ഈ ടീമിൽ. മിക്ക് നോക്കുമ്പോൾ അവൻ്റെ ഷൂ കാണുന്നില്ലായിരുന്നു. അങ്ങനെ മിക്കും നടാഷയും ഒരു പുഴക്കരയിലെത്തിയപ്പോൾ മിക്ക് പുഴ കണ്ടതും അതിൽ നീന്തി കുളിക്കുകയാണ്. എന്നാൽ പുതിയ വന്ന ആ 2 കപ്പിൾസും ആ ഫാമിൻ്റെ അടുത്ത് പോവുകയാണ്. ഫാമിൻ്റെ അടുത്ത് പോയിട്ട് ആ പയ്യൻ അത് തുറക്കാൻ ശ്രമിച്ചതും അത് തുറക്കുന്നില്ലായിരുന്നു. അവൻ കുറേ ശ്രമിക്കുന്നു. പിന്നീട് അവൻ ഒരു കോടാലി എടുത്തിട്ട് ആ ഡോറിന് അടിച്ചതും അത് തുറക്കുകയാണ്. എന്നിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്തോ വൃത്തികെട്ട മണമടിക്കുകയാണ്. അന്ന് അവർ വിചാരിച്ചു ആനിമൽസിൻ്റെ ഡീകമ്പോസ് ചെയ്യുന്ന മണമാണെന്ന്. അങ്ങനെ അവർ കുറച്ച് നടന്നപ്പോൾ ഒരു ബെഡ് കാണുവാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഇവിടെ ആരോ താമസിക്കുന്നുണ്ട്, കാരണം ഇവിടെ ഇതൊരു പുതിയ ബെഡാണെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, ഇങ്ങോട്ട് കുറേ പേർ വന്നിട്ട് എത്രയോ വർഷമായി, ഇവിടെ ആരും വരില്ല എന്ന്. എന്നിട്ട് അതും പറഞ്ഞ് അവർ പുറത്തു പോകുമ്പോൾ ചാർലി വരുന്നു. എന്നിട്ട് അവനെ ഒരു കോടാലി വെച്ച് കുത്തിക്കൊല്ലുകയാണ്. അപ്പോൾ അത് കണ്ട് അവൾ പേടിച്ചിട്ട് ഡോർ അടക്കുമ്പോൾ ചാർലി ആ ഡോറിൻ്റെ അടിഭാഗം തകർത്ത് അവിടേക്ക് അവളെ കൊല്ലാൻ പ്രവേശിക്കുകയാണ്. അപ്പോഴാണ് ചാർലിയുടെ യഥാർത്ഥ രൂപം തന്നെ കാണുന്നത്. അവൻ്റെ രൂപം വളരെ ഭയാനകവും എല്ലാവരും പേടിക്കുന്ന ഒരു രൂപം തന്നെയാണ്. അങ്ങനെ അവൻ അവളെ പിടിച്ചൊരു ട്രക്കിന് ഇടിച്ചിട്ട് ആ ഇടി കൊണ്ടതും അവൾ ബോധം കെട്ട് പോവുകയാണ്. എന്നിട്ട് അവളെ ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് ഒരു ട്രക്ക് എടുത്തിട്ട് അവളുടെ ദേഹത്ത് കയറ്റിയിട്ട് അവൻ കാലുകൊണ്ട് ആ ട്രക്കിന് ചവിട്ടി അവളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ശ്വാസമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നവരെ അവൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മിക്കും അതുപോലെ തന്നെ നടാഷയുടെ ഫ്രണ്ടും അവിടെ പുഴയിൽ നിന്ന് കുളിക്കുകയാണ്. അപ്പോൾ ചാർലി അങ്ങോട്ട് വന്നിട്ട് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും മിക്ക് അവനെ ഷൗട്ട് ചെയ്യുകയാണ്. എന്നാൽ അതൊന്നും കേട്ട് അവൻ അവിടുന്ന് അനങ്ങുന്ന പോലുമില്ല. അപ്പോൾ മിക്ക് കയറി വന്നിട്ട് അവൻ്റെ അടുക്ക പോവുകയാണ്. അങ്ങനെ അവൻ അവൻ്റെ മുമ്പിൽ എത്തിയതും ചാർലി മിക്കിനെയും ക്രൂരമായി തന്നെ കൊല്ലുകയാണ്. ഇതൊക്കെ കണ്ട് നടാഷയുടെ ഫ്രണ്ട് പേടിച്ചെങ്കിലും അവൾ ഓടുകയാണ്. അപ്പോൾ അവളുടെ പുറകെ തന്നെ പോയി അവളെയും അവൻ ക്രൂരമായി കൊല്ലുകയാണ്. അങ്ങനെ ഇതേ സമയം നതാഷ അവളുടെ ഹസ്ബൻഡിനെയും കാത്ത് പുറത്തിരിക്കുകയാണ്. അവളുടെ ഹസ്ബൻഡ് ഫാമിൻ്റെ അകത്ത് പോയിട്ട് കുറേ സമയമായിരിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് പേടിയും ടെൻഷനൊക്കെ വരികയാണ്. എന്നിട്ട് അവളും ആ ഫാമിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നതാഷയുടെ ഹസ്ബൻഡ് ഒരു ബെഡിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അവൻ നതാഷയും കൂടി അവിടേക്ക് വിളിച്ച് അവളെയും ഒളിപ്പിക്കുകയാണ്. അങ്ങനെ ചാർലി അവിടേക്ക് വരികയാണ്. ചാർലി ഇവരുടെ സംസാരം കേട്ടിട്ട് അവരെ കണ്ടുപിടിക്കുകയാണ്. അത് മനസ്സിലായതും ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഡോറ് തുറക്കാൻ ശ്രമിച്ചതും ആ ഡോറ് ലോക്കാണ്. എന്നാൽ ചാർലി കാണാതെ അവർ 2 പേരും അവിടെ ഒളിച്ചിരിക്കുന്നു. എന്നാൽ ഇതേ സമയം ചാർലി ഫാമിൻ്റെ അഡ്രസ്സ് തിരിയാൻ നതാഷയുടെ ഹസ്ബൻഡ് വിളിച്ച ആ ഫ്രണ്ട് ഫാമിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ചാർലിയും ആ ഫ്രണ്ടും കൂടി ഒരു ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ചാർലി അവനെ ക്രൂരമായി കൊല്ലുന്നു. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയ നതാഷയുടെ ഹസ്ബൻഡിനെയും ചാർലി കൊല്ലുന്നു. ഇത് കണ്ട് ഭയന്ന് നതാഷ ഓടുന്നു. പിന്നാലെ ചാർലിയും.
അങ്ങനെ അവൾ ഓടുന്ന ഇടയിൽ പെട്ടെന്ന് അവൾ ഒരു കാറ് കണ്ടതും അതിൻ്റെ ഉള്ളിൽ കയറി ഒളിക്കുന്നു. എന്നാൽ അവൾ അവിടെ ഇരിക്കുന്നത് ചാർലി കാറിൻ്റെ മിററിൽ കൂടി കാണുന്നു. എന്നാൽ അവൻ കാറിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുന്നു. അടുത്തതായി നതാശയ്ക്ക് ബോധം വന്നപ്പോൾ അവളൊരു കേജിൻ്റെ ഉള്ളിലാണ്. എന്നാൽ അവളുടെ കഴുത്തിലെ കെട്ടടി അയച്ചു മാറ്റിയിട്ട് അവൾ ആ കേജിൽ നിന്നും പുറത്തു വരുന്നു. എന്നാൽ ആ സ്ഥലം ചാർലി കൊന്നിടുന്ന ഡെഡ് ബോഡീസിൻ്റെ കേന്ദ്രമായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിലാരോ പിടിക്കുകയാണ്. അതാരാന്ന് വെച്ചാൽ നേരത്തെ കണ്ട ഡിറ്റക്റ്റീവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടുന്ന് രക്ഷപ്പെടാൻ പോകുമ്പോൾ ചാർലി അത് കാണുകയാണ്. എന്നിട്ട് ഡിറ്റക്റ്റീവിന് നേരെ ചാർലി കോടാലി വലിച്ചെറിയുകയാണ്. അതൊക്കെ തറിച്ചതും ഡിറ്റക്റ്റീവ് അവിടെ തന്നെ മരിച്ചു വീഴുകയാണ്. അപ്പോൾ ചാർലി അവളുടെ നേരെ പോകുമ്പോൾ അവൾ ആ ഡിറ്റക്റ്റീവിൻ്റെ ഗണ്ണെടുത്തിട്ട് ചാർലിയെ ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചാർലി മരിച്ചെന്ന് കരുതി അവൾ അവിടുന്ന് ഓടി ഒരു ജീപ്പിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൾ ആ ജീപ്പിൻ്റെ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ അത് തുറക്കാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ ചാർലി അവളുടെ പുറകിൽ നിൽക്കുന്നത് അവൾ കണ്ണാടിക്കുള്ളിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. അവൾ അവനെ കണ്ടതും പേടിക്കുകയാണ്. അങ്ങനെ ചാർലി അവളുടെ അടുത്ത് വന്നിട്ട് അവളെയും ക്രൂരമായി കൊല്ലുകയാണ്. അവളെ കൊന്നതിന് ശേഷം ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലത്തുള്ള ഇനിയും സിനിമകൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സിനിമ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.